യൂട്യൂബിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ ഒരുപാട് കുറുക്ക് വഴികളുണ്ട്. ഈ കുറുക്ക് വഴി നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്രോ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ കുറുക്ക് വഴി ഒരുപാട് പേര് പറഞ്ഞു തരും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ വഴിയെ പോകാം. ഞാൻ പറയത്തില്ല നിങ്ങൾ ആ വഴിയെ പോകണം, നിങ്ങൾ ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യണം എന്നൊന്നും ഞാൻ പറയത്തില്ല. കാരണം അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് യൂട്യൂബിനെയും ഫേസ്ബുക്കിനെയും മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് അതിനനുസരിച്ചുള്ള മാർഗ്ഗങ്ങൾ നിങ്ങൾ തെരഞ്ഞെടുത്തുള്ളൂ. അപ്പൊ ഇവിടെ ഈ കുറുക്ക് വഴി സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ഇവിടെ ഞാൻ പറഞ്ഞുതരാം. കുറുക്ക് വഴി എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ. യൂട്യൂബിൽ കുറുക്ക് വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുക, വ്യൂ കൂട്ടുക, അതേപോലെ തന്നെ മോണിറ്റൈസ് ഇതെല്ലാം കുറുക്ക് വഴിയിലൂടെ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 4000 അവേഴ്സിന്റെ വാച്ച് അവർ ഉണ്ടോ? ഇല്ല. വാച്ച് അവർ കൂട്ടാം. എത്ര ദിവസം കൊണ്ട്? 4 ദിവസം കൊണ്ട് കൂട്ടിത്തരും. ഈ ഓഫറുമായിട്ട് ഒരുപാട് വെബ്സൈറ്റുകളിൽ നിന്ന് പിന്നെ നിങ്ങൾ ഗൂഗിളിൽ കയറി കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ ഇങ്ങനെ നിങ്ങളൊരു നല്ല തുക 10,000, 15,000, 20,000 കൊടുത്ത് ഒരു ചാനൽ മോണിറ്റൈസ് ചെയ്തെടുത്തു എന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഗുണം നിങ്ങൾക്ക് എന്താണ്? അതായത് നിങ്ങൾ അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ചാനൽ മോണിറ്റൈസ് ചെയ്തു, അതുകൊണ്ടുള്ള ഗുണം നിങ്ങൾക്ക് എന്താണ് കിട്ടുക? കാരണം ഒരുപാട് പേര് ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരുപാട് വെബ്സൈറ്റുകൾ അതിനു വേണ്ടിയുണ്ട്. ഞാൻ പേഴ്സണലി പല വെബ്സൈറ്റുകളും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എന്റെ മെയിൻ ചാനലുകളിലല്ല, ഞാൻ എന്റെ 2, 3, 4, 5, 6 ചാനലുകളുണ്ട്. അതിലൊക്കെ ചില ചാനലിൽ ഇതുപോലത്തെ പരിപാടി ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൽ വ്യൂ കിട്ടുന്നത്? വ്യൂ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ വ്യൂ കിട്ടും കേട്ടോ. പക്ഷെങ്കിൽ ആ കിട്ടുന്ന വ്യൂ അവിടെ ഡെഡ് ആയിട്ട് കിടക്കത്തേ ഉള്ളൂ. ഒരു രീതിയിൽ നിങ്ങളെ പിന്നീട് ആ ചാനലിന്റെ ഗ്രോത്തിനെ ആ വ്യൂ സഹായിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കുറുക്ക് വഴി സ്വീകരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധം ഇതായിരിക്കും. കയ്യിലെ പൈസ കൊടുത്തിട്ട് കടിക്കുന്ന പട്ടിയെ മേടിച്ച അവസ്ഥയായിരിക്കും. മനസ്സിലായോ? അപ്പൊ കുറുക്ക് വഴിയിലൂടെ വ്യൂ കൂട്ടുകയോ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുകയോ ചെയ്യേണ്ടവർക്ക് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് അത് ഫ്യൂച്ചറിൽ നിങ്ങളുടെ ചാനലിൽ ഒരു രീതിയിലുള്ള പ്രയോജനവും ഉണ്ടാകത്തില്ല. ഇനി കുറുക്ക് വഴി അല്ലാതെ എങ്ങനെ ഫാസ്റ്റായിട്ട് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാം, വ്യൂ കൂട്ടാം എന്നുള്ളൊരു സംശയം ഇപ്പം നിങ്ങളുടെ മനസ്സിൽ വന്നു കാണുമല്ലോ. അതിനുള്ള മാർഗ്ഗം യൂട്യൂബ് തന്നെ തരുന്നുണ്ട്. നേരെ നിങ്ങൾ ഗൂഗിൾ ആഡ്സ് ചെയ്തു, ഗൂഗിൾ ആഡ്സിലൂടെയും വ്യൂ കൂട്ടാം, സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാം. അതിനുള്ള പല രീതികൾ ഇപ്പം ഗൂഗിൾ ആഡ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെയുള്ള അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുമ്പ് പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ അതായത് ഓർഗാനിക് അല്ലാത്ത രീതിയിൽ വ്യൂ കൂട്ടാനുള്ള ഒരു മാർഗ്ഗം ഞാൻ ഈ ഗൂഗിൾ ആഡ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഗൂഗിൾ ആഡ്സ് എത്ര ഓർഗാനിക് ആയിട്ടാണ് നമുക്ക് ഈ വ്യൂ കൊണ്ടുതരുന്നതെന്നൊന്നും എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. അപ്പൊ അത് നിങ്ങൾ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് അതും നിങ്ങളുടെ ഡിസിഷന് വിടുന്നതാണ്. അവിടെ നല്ല രീതിയിൽ പൈസ ചെലവാകും എന്നെങ്കിലും ഗൂഗിൾ ആഡ്സ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഒരു 500 ലൈക്ക് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തതിനു ശേഷം തുടർന്ന് കാണുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും നിങ്ങൾക്ക് കുറേ നാൾ നിന്ന് പൈസ ഉണ്ടാക്കണോ, നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കണം, നിങ്ങൾക്ക് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഓർഗാനിക് ആയിട്ട് നിങ്ങൾ വ്യൂ കൊണ്ടുവരിക. ഓർഗാനിക് വ്യൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സമയം എടുക്കും. നിങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യുന്ന, എങ്ങനെ ജെന്യുവൻ ആയിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് വീഡിയോകൾ ഇട്ട് നിങ്ങൾ കയറി വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലോങ് ടൈമിലേക്ക് ഇവിടെ പിടിച്ചിരുന്ന് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അതല്ലാത്ത ആളുകൾ കുറുക്ക് വഴികളും ഊടായ്പും കാണിക്കുന്നവർക്ക് പറ്റുന്ന പ്രശ്നം, അവർ 1 മാസം അല്ലെങ്കിൽ 6 മാസം 1 വർഷം പിടിച്ചു നിൽക്കും. ഉറപ്പായിട്ടും ആ സമയത്ത് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കും. അതിനുശേഷം അവർക്കത് സാധിക്കാതെ വരും. പക്ഷെ നിങ്ങൾ കുറേ നാളുകൾ എടുത്ത് ആളുകൾ നിങ്ങളുടെ വീഡിയോകൾ കണ്ട് കുറെ ജെന്യുവൻ ആയിട്ടുള്ള ഫോളോവേഴ്സ് നിങ്ങൾക്ക് വന്ന് അവർ നിങ്ങളെ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ കണ്ടന്റുകൾ കാണാൻ താല്പര്യമുള്ളവർ വന്ന് നിങ്ങൾ ഗ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 5 വർഷം കഴിഞ്ഞാലും 10 വർഷം കഴിഞ്ഞാലും ഇവിടെ തന്നെ കാണും. നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ ഉദാഹരണത്തിന് ഒരു 10 വർഷം മുമ്പ് മലയാളത്തിൽ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്ന എത്ര ക്രിയേറ്റേഴ്സ് ഇന്ന് മലയാളത്തിൽ വീഡിയോകൾ ചെയ്യുന്നുണ്ട്? യൂട്യൂബേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. എത്ര യൂട്യൂബേഴ്സ് ഇന്ന് മലയാളം ചാനലുകളിൽ വീഡിയോ ചെയ്യുന്നുണ്ട്? നിങ്ങളുടെ പ്രിയപ്പെട്ട 10 വർഷത്തിന് മുകളിൽ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന മലയാളം ക്രിയേറ്റേഴ്സ് ആരൊക്കെയാണ്? അവരുടെ പേര് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. കാരണം ഇവിടെ നിങ്ങൾ മറ്റു കാര്യങ്ങളൊന്നും കമന്റ് ചെയ്ത് സപ്പോർട്ട് മീ അങ്ങനെയുള്ള കാര്യങ്ങൾ കമന്റ് ചെയ്യാതെ നമ്മുടെ ഇഷ്ടപ്പെട്ട 10 വർഷത്തിന് മുമ്പ് തൊട്ട് വീഡിയോ ചെയ്യുന്ന ഇഷ്ടപ്പെട്ട ക്രിയേറ്റേഴ്സിന്റെ ആ പേര് ഇവിടെ കമന്റ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. നിങ്ങൾ അതൊന്ന് ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ജെന്യുവൻ ആയിട്ട് വർക്ക് ചെയ്തവരൊക്കെ ഇന്നും യൂട്യൂബിൽ 10 വർഷത്തിന് ശേഷവും വീഡിയോകൾ ചെയ്യുകയും അവർ വ്യൂ ഉണ്ടാക്കുകയും പൈസ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഉടായ്പ കളിച്ച് വന്ന മിക്ക ആളുകളും ഈ ഫീൽഡ് വിട്ടു പോയിട്ടുണ്ട്. എനിക്ക് തന്നെ അറിയാവുന്ന പലരും ഉണ്ട്. പല പരിപാടികൾ കാണിച്ചവർ ഈ ഫീൽഡിലേ ഇല്ല, അവരൊക്കെ അവരുടെ വഴിക്ക് പോയി. പക്ഷെ ജെന്യുവൻ ആയിട്ട് നിന്നവർ ഇന്നും യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരുടെ പേര് നിങ്ങൾ, അവരുടെ ചാനലിന്റെ പേര് നിങ്ങൾ മറക്കാതെ ഒന്ന് കമന്റ് ചെയ്തേക്കും. അപ്പൊ ജെന്യുവൻ ആയിട്ട് വർക്ക് ചെയ്യണോ, തരികിട കാണിച്ച് യൂട്യൂബിൽ ഗ്രോ ചെയ്യണോ, അത് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അപ്പം നിങ്ങൾ കുറെ നാളുകളായിട്ട് യൂട്യൂബിൽ പല രീതിയിലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് എങ്ങും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞ കാര്യം തന്നെ ഇപ്പം വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ യൂട്യൂബിനെ മാത്രം ഫോക്കസ് ചെയ്യരുത്. ഫേസ്ബുക്കിലേക്ക് പോവുക, ഇൻസ്റ്റാഗ്രാമിലേക്ക് പോവുക. കാരണം നിങ്ങൾക്ക് അവിടെയും ഏൺ ചെയ്യാനുള്ള വലിയ സോഴ്സ് ഉണ്ട്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പലരും ഇത് ചെയ്യുന്നില്ല. യൂട്യൂബിൽ വീഡിയോ ഇടുന്നു, അവിടെ തന്നെ പറ്റിപ്പിടിച്ച് കിടക്കുകയാണ്. പക്ഷേ യൂട്യൂബ് ഒട്ടും ഗ്രോ ചെയ്യത്തുമില്ല, അവിടെ പറ്റത്തില്ല. അവിടെ കാരണം ഞാൻ പറയട്ടെ, ഫേസ്ബുക്കിന് വേണ്ടിയും യൂട്യൂബിന് വേണ്ടിയും ഇൻസ്റ്റാഗ്രാമിന് ഇതിൽ 3 രീതിയിലുള്ള ഓഡിയൻസ് ആണ്. ഒരുപക്ഷെ നിങ്ങൾ അപ്ലോഡ് ചെയ്യും, നിങ്ങൾ യൂട്യൂബിൽ 5 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു, പക്ഷെ നിങ്ങൾക്ക് ഇപ്പോഴും 1000 സബ്സ്ക്രൈബേഴ്സേ ഉള്ളെന്ന് വിചാരിച്ചു. നിങ്ങൾ യൂട്യൂബിൽ ഇടുന്ന കണ്ടന്റുകൾ യൂട്യൂബിന് വേണ്ടിയ കണ്ടന്റ് ആയിരിക്കത്തില്ല. നിങ്ങൾ ചിലപ്പോൾ അതേ സെയിം സാധനം ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ ആ ഒരു കണ്ടന്റ് കാണാനായിട്ട് ആളുണ്ടായിരിക്കും, അല്ലെ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരിക്കും. അപ്പൊ അതാണ് പലർക്കും പറ്റുന്ന പ്രശ്നം. എനിക്ക് പേഴ്സണലി അറിയാവുന്ന പലരും
യൂട്യൂബിൽ 2-3 വർഷമായിട്ട് വർക്ക് ചെയ്ത് ഒട്ടും വ്യൂ വരുന്നില്ല, ഒരു രീതിയിലും രക്ഷപ്പെടാൻ പറ്റാത്ത ആളുകൾ ഇൻസ്റ്റാഗ്രാമിൽ പോയി അവിടെ കണ്ടന്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് ലക്ഷത്തിന് വേണ്ടി സബ്സ്ക്രൈബേഴ്സ് ഫോളോവേഴ്സ് വരുന്നു, ഇഷ്ടം പോലെ വ്യൂ കിട്ടുന്നു. ഫേസ്ബുക്കിൽ പോയപ്പോൾ അവിടെ കിട്ടുന്നു. അതായത് ഈ സെയിം സാധനം തന്നെ അവർ യൂട്യൂബിൽ വെച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ വ്യൂ ഇല്ല. കാരണം ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും സെപ്പറേറ്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ഓഡിയൻസ് ആണ്. അപ്പൊ മിക്ക ആളുകൾക്കും പറ്റുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ മാത്രം പറ്റി പിടിച്ചു കിടന്ന് വീഡിയോ ഇടും. പക്ഷെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോകൾ ആ യൂട്യൂബിലുള്ള ഓഡിയൻസിന് വേണ്ട. പക്ഷെങ്കിൽ ആ സെയിം സാധനം ഫേസ്ബുക്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഉപയോഗിച്ചെങ്കിൽ അത് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അവിടെ നമ്മൾ ട്രൈ ചെയ്തെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ നമ്മളെ അവിടെ വേണോ വേണ്ടിയോ എന്നുള്ള കാര്യം. അപ്പം നിങ്ങൾ യൂട്യൂബിൽ മാത്രം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ മാത്രം ഇൻസ്റ്റാഗ്രാമിൽ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടാതെ നിങ്ങളൊരു ക്രിയേറ്റർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ 3 പ്ലാറ്റ്ഫോമുകൾ ഇപ്പം മെയിൻ ആയിട്ടുള്ള 3 പ്ലാറ്റ്ഫോമാണ്. ഈ 3നെയും മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഉപയോഗിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരിടത്ത് ക്ലച്ച് പിടിക്കാനായിട്ട് സാധിക്കും. എവിടെയെങ്കിലും ഒരിടത്ത് ക്ലച്ച് പിടിച്ചു കഴിഞ്ഞാൽ ബാക്കി ഇടങ്ങളിലും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഗ്രോ ചെയ്ത് വരാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ ഏത് പ്ലാറ്റ്ഫോമിലായാലും ജെനുവിൻ ആയിട്ട് തന്നെ ഓർഗാനിക് ആയിട്ട് തന്നെ കയറി വരാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ പെയ്ഡ് വ്യൂവോ സബ്സ്ക്രൈബേഴ്സോ ഫോളോവേഴ്സോ എന്ത് വേണമെങ്കിലും ഉണ്ടായിരിക്കും. പക്ഷേ അതിനുവേണ്ടി നമ്മൾ മുടക്കുന്ന പൈസ നമുക്ക് തിരിച്ചു പിടിക്കാനുള്ള ഐഡിയാസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഐഡിയാസ് ഒരുപാടുണ്ട്. അതായത് പെയ്ഡായിട്ട് അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വ്യൂ ഉണ്ടാക്കാം. പക്ഷെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ആഡ്സിന് കൊടുക്കുന്നതിന്റെ 10 മടങ്ങ് പൈസ തിരിച്ചു പിടിക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ട് യൂട്യൂബിൽ. പക്ഷേ അത് അറിയാമെങ്കിൽ അത് ചെയ്യാൻ പോകാവൂ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടമായിരിക്കും ഉണ്ടാവും. മനസ്സിലായോ? മിക്ക ആളുകൾക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. പൈസ അങ്ങോട്ട് ചുമ്മാ മുടക്കിക്കൊണ്ടിരിക്കുക, ഇങ്ങോട്ടൊന്നും കിട്ടുന്നില്ല. അങ്ങനെ പോകുന്നു, പൈസ കളയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇനി ഒത്തിരി പൈസ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിച്ച് കളയുക. അല്ലാത്തവർ ഒരു കാരണവശാലും ഈ പറയുന്ന പരിപാടിയിൽ ചാടില്ല. ഇതിനെക്കുറിച്ച് പഠിക്കുക. ഗൂഗിൾ ആഡ്സ് ഞാനൊരു വീഡിയോയിൽ ചെയ്താൽ അടുത്ത വീഡിയോയിൽ നിന്ന് എനിക്ക് എങ്ങനെ ഈ ഗൂഗിൾ ആഡ്സിന് മുടക്കി പൈസ ഉണ്ടാക്കാൻ പറ്റും എന്ന് ചിന്തിക്കുക. അതിനുവേണ്ടിയുള്ള ഐഡിയാസ് ഒരുപാടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ലെങ്ത് കൂടി പോകും. അതുകൊണ്ട് വേണമെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ വീഡിയോ നമുക്ക് സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ നമ്മുടെ 500 ലൈക്കിന്റെ ടാർഗറ്റിൽ ഒന്ന് എത്തിച്ചേക്കുക. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.